ആ ചേട്ടാ, അതെ, നമുക്ക് നമ്മുടെ റൂഫിൽ ലാറ്റക്സ് കോട്ടിങ് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് സിക്കയുടെ തന്നെ അക്രിലിക് കോട്ട് ചെയ്യാം. അത് കഴിയുമ്പോഴത്തേനും വാട്ടർ പ്രൂഫിങ് ആയിക്കോളൂ കേട്ടോ, കുഴപ്പമില്ല. ശരി എന്നാ, ഓക്കെ എന്നാ, ഓക്കെ ശരി. നിങ്ങളാണോ വാട്ടർ പ്രൂഫിന്റെ? അതെ അതെ. ഏതാ? നമ്മൾ സിക്ക എന്ന് പറഞ്ഞൊരു കമ്പനിന്നായിരുന്നു. സിക്ക എന്ന് പറഞ്ഞ കമ്പനി അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് അശോകിൽ അതിന്റെ ബ്രോഷർ എല്ലാം ഉണ്ടായിരുന്നു. സിക്ക എന്ന് പറഞ്ഞ ശരിക്കും എത്ര കാലമായിട്ടുള്ള ഇത് വാട്ടർ പ്രൂഫിന്റെ? നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്ക സ്വിറ്റ്സർലൻഡ് ബേസ് ചെയ്ത കമ്പനിയാണ്. ലോകത്തിലെ ആദ്യത്തെ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. 1910 മുതലുണ്ട്. അറൗണ്ട് 103 കൺട്രീസിൽ മാനുഫാക്ചറിങ് സഹിതമുള്ള കമ്പനിയാണ്. ഞാൻ ചോദിക്കട്ടെ ചേട്ടന് ഇപ്പൊ ഏത് പ്രോഡക്റ്റ് എന്ത് രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് ചേട്ടൻ അറിയേണ്ടത്? ശരിക്കും റൂഫിലൊക്കെ ചെയ്യാനുള്ള വാട്ടർ പ്രൂഫിങ് സിക്ക ഈ വാട്ടർ പ്രൂഫിങ്ങിന്റെ ഏതൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക് സിക്കയ്ക്ക്? വാട്ടർ പ്രൂഫിങ്ങിന്റെ പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തീരില്ല. കാരണം അറൗണ്ട് ഒരു 2500 പ്രോഡക്റ്റ് എടുത്തുണ്ട്. അപ്പം ചേട്ടൻ ഉദ്ദേശിക്കുന്ന ഒരു വീടിന്റെ ഇതുപോലുള്ള ഒരു വീടിന്റെ ഒക്കെ ഒരു വാട്ടർ പ്രൂഫിങ് ആണെങ്കിൽ നമുക്ക് ആ വീടിന്റെ ഒരു ഫൗണ്ടേഷൻ മുതലുള്ള വാട്ടർ പ്രൂഫിങ്ങിന്റെ പ്രോഡക്റ്റുകൾ പറയാനുണ്ട്. കാരണം ഇപ്പൊ എല്ലാ വീടുകളും നമ്മൾ കാണുന്നതാണ് ഭിത്തിയുടെ സൈഡിൽ കൂടെ ഒക്കെ പെയിന്റ് പൊളിഞ്ഞ് കിടക്കുന്ന പ്രശ്നങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ ഈ റൈസിംഗ് ഡാമേജ് എന്ന് പറയാം. നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുള്ള വാട്ടർ ലെവല് ഈ കാപ്പിലറീസ് വഴി മുകളിലോട്ട് കയറും. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ഭിത്തിയിലേക്ക് ഒരു പരിധി പോലുള്ള മുകളിലേക്ക് പോകത്തില്ല, ഭിത്തിയിലുള്ള പെയിന്റ് പൊളിഞ്ഞ് കിടക്കും. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ അത് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ തറ കെട്ടുമ്പോൾ തറയുടെ തന്നെ ബെൽറ്റുകളിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബിറ്റ്യൂമിനസ് കണ്ടന്റ് അടങ്ങിയ പ്രോഡക്റ്റ് അടിക്കണം. അത് 2 കോട്ട് അടിച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്കാണ് ബാക്കി പണി വരേണ്ടത്. അപ്പം അതിന്റെ പേര് ഈ ഗോൾഡ് ഫ്ലെക്സ് എന്ന പ്രോഡക്റ്റിന്റെ പേര്. 2 കോട്ട്. അത് നമ്മുടെ മറ്റുള്ള കമ്പനീനെ അപേക്ഷിച്ച് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിയും കൂടി മിക്സ് ചെയ്താൽ വരുന്നത്. ബാക്കി എല്ലാം വാട്ടർ ബേസ് ആണ് വരുന്നത്, നമ്മുടെ പിയും കൂടി മിക്സ് ചെയ്താൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അതാണ് സ്റ്റാർട്ടിംഗ് ലെവലിൽ നമുക്കൊരു വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ബിൽഡിങ്ങിന്റെ 5 സ്ഥലങ്ങളിൽ വാട്ടർ പ്രൂഫ് ചെയ്യണം. ഈ പറഞ്ഞ തറയുണ്ട്, പിന്നെ അത് കൂടാണ്ട് അത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന നമ്മുടെ ബാത്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ മഴ നനയുന്ന സ്ഥലം അഥവാ നമ്മുടെ റൂഫുണ്ട്. അത് കൂടാണ്ട് ഇപ്പോഴത്തെ വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സൺഷെയ്ഡ് കുറവാണ്. അതുകൊണ്ട് ചാറിലടിച്ച എല്ലാ വെള്ളവും നമ്മുടെ എന്താ പറയുക ഭിത്തി കൂടെ ഒലിച്ചിറങ്ങും. അങ്ങനെയുള്ളിടത്താകുമ്പോൾ നമ്മുടെ ഭിത്തിയുണ്ട് 4 സ്ഥലമായി. ഇത് കൂടാണ്ട് മറ്റൊരു സ്ഥലമാണ് നമ്മുടെ കോളംസും ബീംസും. കാരണം ആരും ശ്രദ്ധിക്കത്തില്ല, എല്ലാവരും നേരെ സ്ട്രക്ചർ എടുത്ത് പണി വയ്ക്കണം. അപ്പോൾ കോളംസും ബീംസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വാട്ടർ പ്രൂഫിങ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള കമ്പി തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഈ 5 സ്ഥലങ്ങളിലും വാട്ടർ പ്രൂഫിങ് ചെയ്താലാണ് ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പരിപൂർണമായിട്ടും വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സിക്ക എന്ന് പറഞ്ഞാൽ അതേ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അശോക് ട്രില്യൻസിനാണ് നമ്മളിത് കണ്ടേക്കുന്നത്. സിക്ക എന്ന് പറയുമ്പോൾ പുള്ളി ഏറ്റവും നല്ല പ്രോഡക്റ്റ് മാത്രം ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതാണ് ഞാൻ ചോദിച്ചത്, ബാക്കി കമ്പനിയായിട്ട് ഇതിന്റെ പ്രത്യേകതയാണ്. ഇത് 1910 ലോഞ്ചായ കമ്പനിയല്ലേ? നമ്മുടെ ബ്രാൻഡിങ്ങിന്റെ കേസ് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ പറയുവാണെങ്കിൽ ഒട്ടുമിക്ക മേജർ പ്രൊജക്റ്റും ഗവൺമെന്റ് ആയിക്കോട്ടെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് പ്രോജക്റ്റ് ആയിക്കോട്ടെ എങ്ങനെ വന്നാലും എല്ലായിടത്തും വാട്ടർ പ്രൂഫിംഗ് ഏറ്റവും കൂടുതൽ സിക്ക തന്നെയാണ് പോകുന്നത്. ഇപ്പം അശോക് പോലുള്ള ഒരു ബ്രാൻഡ് അവര് ഇപ്പൊ മറ്റുള്ള ബ്രാൻഡുകൾ ചെയ്യുന്ന അനുസരിച്ച് അതുപോലെ തന്നെ എന്താ പറയാ വേൾഡ് വൈഡിൽ തന്നെ നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് സിക്ക. നിങ്ങൾക്കിപ്പം റീറ്റെയിൽ സെഗ്മെന്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കും, പക്ഷെ പ്രൊജക്ടുകളിലാണ് സിക്ക ഏറ്റവും കൂടുതൽ എന്താ പറയാ പ്രസൻസ് ഉള്ളത്. ഇപ്പം നമ്മളിപ്പം ഈ അശോക എടുത്തതിന് ശേഷമാണ് കോട്ടയത്തേക്ക് നമ്മളൊരു റീറ്റെയിൽ സെഗ്മെന്റിലേക്ക് വരുന്നത്. അപ്പോൾ ആൾക്കാർ എൻക്വയറി പതുക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ ആർക്കിടെക്ട് ലെവലിലെ ആൾക്കാർക്കൊക്കെ സിക്കനെ പറ്റി നന്നായിട്ട് അറിയാം. അവരെല്ലാവരും മറ്റു പല പ്രൊജക്ടുകളിൽ നിന്നാണ് പ്രോഡക്റ്റ് എടുക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ അശോക് ത്രൂ കോട്ടയത്ത് കംപ്ലീറ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ലെവലിലേക്ക് വന്നത്. എല്ലാ പ്രോഡക്റ്റും നമുക്ക് അവിടെ അവൈലബിളും ആണ്. അതെയല്ലേ? ഏത് രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ്ങിനും ഏത് സ്പെഷ്യലൈസ്ഡ് വാട്ടർ പ്രൂഫിങ്ങിനും നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ടും ഒരാളുടെ അടുത്ത് കമ്മിറ്റ് ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പറയുവാണെങ്കിൽ ഒരു 40 വർഷത്തോളമായി സിക്ക ബ്രാൻഡ് ഇന്ത്യയിൽ വന്നിട്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 40 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പീരീഡ് അല്ല. അപ്പം ആ എക്സ്പീരിയൻസിലാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റിനും നമ്മൾ ലൈഫ് പറയുന്നത്. ഏതൊരു പ്രോഡക്റ്റും അതിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അതിന്റെ വർക്ക് എടുത്ത് ചെയ്യുമ്പോഴാണ്. ആ വർക്ക് നല്ല രീതിയിൽ ചെയ്താൽ അതിന് ആ ഗ്യാരണ്ടി കിട്ടും. അതാണ് ഇപ്പൊ നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ റൂഫിലടിക്കുന്ന കൂൾ കോട്ട് എന്ന് പറയും, അക്രിലിക് ബേസ് പ്രോഡക്റ്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ 1 കോട്ട് പ്രൈമറി 2 കോട്ട് കോട്ടിങ് അടിക്കേണ്ടത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് 7 വർഷത്തെ വാറണ്ടിയാണ്. ഓരോ സ്ഥലങ്ങളിലെയും കാലാവസ്ഥകൾ വ്യത്യാസമുണ്ട്. പ്രോഡക്റ്റുകളും അതനുസരിച്ച് വ്യത്യാസപ്പെടുത്തി അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് തന്നെ പ്രോഡക്റ്റ് കൈകാര്യം ചെയ്യണം. അല്ലാത്ത പക്ഷം കംപ്ലൈന്റുകൾ വരും. അപ്പം നമുക്ക് അറിയാം ഏകദേശം എത്ര പീരീഡ് വരും എന്നുള്ളത്. നമുക്ക് ഈ പ്രോഡക്റ്റ് എല്ലാം ഇവിടെ അവൈലബിൾ ആണോ? നമുക്ക് കോട്ടയത്ത് അത്യാവശ്യം എല്ലാ റീറ്റെയിലും അവൈലബിൾ ആണ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ത്രൂ അശോക് ആണ്. അശോകിന് അത്യാവശ്യം നമുക്ക് ഇവിടെ ഉള്ള ഒരു 160 ഡീലേഴ്സ് ആയിട്ട് തന്നെ കണക്ഷൻ ഉണ്ട്. അവിടെ എല്ലായിടത്തും നമ്മുടെ പ്രോഡക്റ്റുകൾ പ്ലേസിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോട്ടയത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ നിങ്ങൾ ചോദിച്ചാലും സിക്കയുടെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കടയിലാണെങ്കിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. സിക്കയുടെ ഡയറക്റ്റ് സ്റ്റാഫുകളുടെ നമ്പർ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഒരു സൈറ്റ് എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ടും വിളിക്കാം. നമുക്ക് വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും.
പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു പെയിന്റർ ആപ്ലിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തീർച്ചയായും നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം, അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കാം, ലൈവ് ഡെമോ കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും അവരെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. കാരണം ഇപ്പം ഒരു ഉദാഹരണം പറയുന്ന ഒരു കോൺട്രാക്ടർ എന്നുള്ള നിലയിൽ അവർക്ക് ഒരു വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അതിന് ട്രെയിനിങ് ആണ്. അപ്പം ഈ ട്രെയിനിങ് പ്രത്യേകിച്ച് വാട്ടർ പ്രൂഫിംഗ് പോലുള്ള ഒരു പ്രോഡക്റ്റുകൾ ചെയ്യുമ്പോൾ പക്ക ട്രെയിനിങ് കിട്ടാണ്ട് നോളജ് ഇല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫെയിലിയർ ആകും. പല പ്രോഡക്റ്റുകളും ഫെയിലിയർ ആകാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. എല്ലാ ഡീലർ പോയിന്റുകളിലും വെച്ചിട്ട് തന്നെ നമ്മൾ അവിടെയുള്ള കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കും. അതിൽ ഒന്നും ഒരു ഉപേക്ഷ ഉണ്ടാവില്ല. നമ്മൾ അത് എപ്പോഴും പക്കയായിരിക്കും. എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി, അപ്പം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാം. ഇനി ഒരു സൈറ്റിൽ പോയിട്ട് നമ്മളിപ്പം കാണണമെങ്കിൽ അത് നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഓക്കെ, ശരി. എന്തിനാണ്ട് വിളിച്ചാൽ ഓക്കെ. Ashok Trade Lines, building trust since 1905. Edachcheril Square, Bypass Road, Kadapatur, Pala, Kottayam. Contact us 7907310790. www.ashoktradelines.com